തീരദേശ നിവാസികളുടെ ആശങ്ക പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ നേരിൽ കണ്ട് നിവേദനം നൽകി മുല്ലപ്പെരിയാർ സമരസമിതി. പുതിയ ഡാം നിർമ്മിച്ച ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും മുല്ലപ്പെരിയാറിന്റെ സുരക്ഷാ പരിശോധന വിലയിരുത്തുന്നതിനായി സുപ്രീം കോടതിയുടെ വിധി അടിയന്തരമായി പൂർത്തിയാക്കുവാൻ തമിഴ്നാടും കേരളവും തമ്മിലുള്ള അനന്തര ചർച്ചയ്ക്ക് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകണമെന്നും സമരസമിതി അഭ്യർത്ഥിച്ചു. മുല്ലപ്പെരിയാർ പ്രശ്ന പരിഹാരത്തിൽ അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ബഹുമാനായ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ നേരിൽ കാണുവാൻ അവസരം ലഭിക്കുകയും അദ്ദേഹം താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസിൽ പോയി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി കൂടിയായ AICC ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട KC വേണുഗോപാലിൻ്റെയും ഇടുക്കി MP ഡീൻ കുര്യാക്കോസിൻ്റെയും ജില്ലാ പഞ്ചായത്ത് അംഗമായ ടോണി തോമസിൻ്റെയും നേതൃത്വത്തിൽ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തുവാനും നിലവിലുള്ള മുല്ലപ്പെരിയാറിൻ്റെ ഇപ്പോഴുള്ള നിയമസാധ്യതകളെക്കുറിച്ച് കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. കൂടുതൽ കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് സമയബന്ധിതമായ അന്ന് സാഹചര്യമില്ലാത്തതിനാൽ പിറ്റേ ദിവസം വീണ്ടും സമരസമിതിക്ക് സമയം അനുവദിച്ച് അദ്ദേഹത്തെ വീണ്ടും പിറ്റേ ദിവസം രാവിലെ പോയി നേരിൽ കാണുകയും സമരസമിതിയുടെ കേരളത്തിൻ്റെ തീരദേശവാസികളുടെ ആശങ്ക അറിയിച്ചുകൊണ്ടുള്ള നിവേദനം അദ്ദേഹത്തിന് സമർപ്പിക്കുകയും സുപ്രീം കോടതിയിൽ 2022 വിധിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോ ജോസഫ് നൽകിയ ഹർജിയുടെ വിധി പകർപ്പും അദ്ദേഹത്തിന് നൽകി. ഇതിനു മുമ്പ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ബഹുമാനപ്പെട്ട രാഹുൽജിക്ക് സമരസമിതി അയച്ച മെയിലിൻ്റെ എല്ലാം കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങളോട് സൂചിപ്പിക്കുകയും ഈ വിഷയത്തിൽ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ പ്രധാന ഘടക കക്ഷികൾ ഉള്ള സ്ഥലമാണ് തമിഴ്നാട് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭാവപൂർവമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായാൽ പ്രശ്നത്തിന് രമ്യമായ ഒരു പരിഹാരത്തിലേക്ക് പോകുവാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ജനപ്രതിനിധികളടക്കമുള്ളവരുടെ വാക്കുകളിലൂടെയും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വിധിയിലൂടെ പറഞ്ഞിരിക്കുന്ന ഒരു അമിക്കബിൾ സെറ്റിൽമെൻ്റ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുവാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ ഒരു നിയമ സാഹചര്യം ഇപ്പോൾ തുറന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാണ് രാഹുൽ ഗാന്ധി പോയത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും പ്രശ്നപരിഹാരത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഈ വിഷയമായി കേരളവും തമിഴ്നാടും ചേർന്നുകൊണ്ട് കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് ജലം എന്ന ആ മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ട് കാര്യങ്ങളിലേക്ക് പോകും എന്നുള്ള ഒരു വിശ്വാസം മുല്ലപ്പെരിയാർ സമരസമിതി പ്രതീക്ഷയോടെ നിലനിർത്തുകയാണ്. എന്തായാലും വളരെ സന്തോഷകരമായ സാഹചര്യമാണ് സമരസമിതിക്കുണ്ടായത്.